ഹലോ അസ്സലാമലൈക്കും. ഞാൻ സലാം തരില്ല. ഞാൻ ഒരു മുസ്ലിം ലീഗുകാരനായിരുന്നു. ഞങ്ങൾക്കൊക്കെ ആദ്യം തന്നെ ഞങ്ങൾക്ക് അറിയാം. നമ്മളിവിടെ പ്രളയം, ഹോക്കി, ഹോക്കി, ഹോക്കി അല്ല, ക്രിക്കറ്റ്, കൊറോണ, ഇതൊക്കെ നടന്നിട്ട് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോയി. 10 കൊല്ലം പിണറായി സർക്കാർ ഭരിച്ചപ്പോൾ ഞാനൊക്കെ വിചാരിച്ചിരുന്നു പോയി കിട്ടിയാൽ മതിയായിരുന്നു. വേറെ ഒരാൾ വന്നു കഴിഞ്ഞാൽ, കോൺഗ്രസ് വന്ന് കയറി കഴിഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കാൻ ഫസ്റ്റാണ്, ലീഗ് അതിൻ്റെ പിന്നിൽ താങ്ങിക്കോളെന്നൊക്കെ വിചാരിച്ചു. ഈ വന്ന് നോക്കുമ്പോൾ ഒക്കെ പേര് അറബിക്കടലായിട്ടാണ് വന്ന ആൾക്കാർ മുഴുവനും അറബിക്കടലും ചവിറ്റ് കൊട്ടയിട്ട് വന്നു. അപ്പോൾ എന്തായി? ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഒരു മുസ്ലിം ലീഗാണ്. അതിങ്ങനെ എപ്പോഴും പറയേണ്ട ആവശ്യമില്ല. ഒരു യാസീൻ ഓതിയിരുന്നു നമ്മൾ ഇതുവരെ പോകാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ പിണറായി സർക്കാർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കത്തം വരക്കാൻ, നിങ്ങൾ പിണറായിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും ഇങ്ങോട്ട് പിടിച്ചു കൊടുന്നു തരുമോ? ഇവിടെ നമ്മളെ കേരളം ഭരിക്കാൻ പിണറായിനെ നിങ്ങൾ ഈ മുസ്ലിം ലീഗാനാണ് ഇങ്ങനെ ഇതിൽ വന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. നിങ്ങൾ ഈ മറ്റേ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് പ്രചാരണം നടത്തിയെന്നൊക്കെ നമ്മളെല്ലാവരും കണ്ടതല്ലേ. എന്താണ് മുസ്ലിം ലീഗിന്റെ സൈബർ പോരാളിയായിട്ട് നിൽക്കിയത് നിങ്ങൾ ആ റഷീദ് ഖാനോടൊക്കെ ഇങ്ങനെ കട്ടൊക്കെ പിടിച്ചു നീന്ന ഒരാള് മുസ്ലിം ലീഗിന്റെ ഇവിടെ ഈ ഭാഗം നോക്കിയെന്ന ആളുകളായിരുന്നു. ജിദ്ദ, സൗദി അറേബ്യ മൊത്തത്തിൽ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ നിങ്ങളൊക്കെ ഒരു നിർദ്ദേശം കേട്ടിട്ടാണ് നമ്മളൊക്കെ തന്നെ വന്നിയത്. നിങ്ങളിപ്പോ ഇങ്ങനെ ഒരു ചേഞ്ച് വരിക പറഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെട്ടു പോവുകയാണ്. എന്താ ഇപ്പൊ നിങ്ങൾക്ക് പയച്ചത്? എന്താ പറ്റിയത്? ഇപ്പോ നിങ്ങളെന്ന് പ്രതീക്ഷിക്കാത്തിടത്താണല്ലോ ഇപ്പൊ വന്നത്. ഇങ്ങനെ ഇപ്പൊ മുസ്ലിം ലീഗിനെതിരെ നിങ്ങൾ തിരിയുന്നില്ല നമ്മൾ ഒരിക്കലും കരുതിയിട്ടില്ല കേട്ടോ, സത്യം. എന്താ ഇപ്പൊ നിങ്ങൾക്ക് പയച്ചത്? ഞാൻ UDF നേതൃത്വത്തിനോടാണ് ഇതുപോലുള്ള ശക്തരായ സൈബർ പോരാളികൾ ഇങ്ങനെയൊക്കെ മുസ്ലിം ലീഗിനെതിരെ തിരിയാന്ന് പറയുമ്പോൾ നിങ്ങളത് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതായത് അണികൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകാതെ മൂപ്പരൊന്നും പാർട്ടി വിട്ടൊന്നും പോയിട്ടുണ്ടാവില്ല. മൂപ്പര് പ്രതിഷേധങ്ങൾ അറിയിക്കാണ്. കാരണം അത്ര പ്രചരണം നടത്തിയിരുന്ന ഇലക്ഷന് മൂപ്പര് സൈബർ മറ്റേ പല ഭാഗത്തൊക്കെ ബെറ്റൊക്കെ വെച്ചിരുന്ന പല ആൾക്കാരും തോന്നുന്നുണ്ട് മുസ്ലിം ലീഗ് ജയിക്കുന്ന പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരാളൊക്കെ ഇങ്ങനെ ഒരു മാറ്റി ചിന്തിക്കാന്ന് പറയുമ്പോൾ നമുക്കൊന്നും ആലോചിക്കാൻ തന്നെ കഴിയില്ല. അണികള് ഇതുപോലെയൊക്കെ പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങളെ പോലത്തെ സൈബർ പോരാളികൾ ഇങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ UDF തന്നെ പ്രസ്ഥാനം തന്നെ ഉള്ളതായി പോകും. സത്യം ആകെ നശിച്ചു പോവും. ആ റഷീദ് ഖാനെ ഇപ്പൊ ഇങ്ങനെ നമുക്കെതിരെ തിരിയുമ്പോൾ നിങ്ങളെപ്പോലത്തെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞങ്ങളൊക്കെ നിങ്ങളെ പുറകിൽ ഇങ്ങനെ നിന്നത്. എന്താ ഇപ്പൊ നിങ്ങൾക്ക് പയച്ചത് എന്നായപ്പോ എനിക്ക് മനസ്സിലാത്തത്. നിങ്ങൾ മുസ്ലിം ലീഗിന്റെ പോരാളിയാണെന്നുള്ളത് എനിക്കറിയാം, എന്നും അറിയാം. കാരണം അത്ര GCC തന്നെ നിങ്ങളെ പോലത്തെ ഒരു കടുകട്ടി പോരാളിയായിട്ട് ഉള്ള ഒരാൾ എനിക്കറിയില്ല. ജമ്മു തീക്കട്ടാന്ന് പറയും. എമ്മാര് പ്രവർത്തനം നിങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാലും UDF ഇത് മറ്റേ നേതൃത്വത്തിന് ഒരു കുലുക്കം ഉണ്ടാക്കും എന്തായാലും. ഇപ്പൊ നിങ്ങളെ പോലത്തെ ആളുകളൊക്കെ ഇങ്ങനെ പാർട്ടിക്കെതിരും പ്രസ്ഥാനത്തിനെതിരെയൊക്കെ തിരിഞ്ഞാണ്ട് പ്രവർത്തിക്കുമ്പോൾ അത് പാർട്ടി കാണാതിരിക്കുന്നില്ല. എന്തായാലും പരമാവധി ആൾക്കാർ ഷെയർ ചെയ്ത് കൊടുക്കരുത്. UDF നേതൃത്വം ഒന്ന് അറിയട്ടെ ഇങ്ങനത്തെ ആളുകളൊക്കെ കൊഴിഞ്ഞു പോകാൻ നിൽക്കുകയാണ് എന്നുള്ളത്. ഓലൊക്കെ ഒന്ന് അറിയട്ടെ എത്ര കണ്ട് നഷ്ടം വരാണ്ട് പാർട്ടിക്കുന്നില്ലേ.